ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു NS200 വന്നാണ്. ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ബാറ്ററിയിലോട്ട് വണ്ടിയിൽ ചാർജ് കയറുന്നില്ല. അത് നമുക്ക് നമ്മുടെ OBD വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. അവർ ഓറിയൽ എൻ്റർപ്രൈസുകാർ നമുക്ക് 2 OBD സ്കാനറാണ് തന്നേക്കുന്നത്. ഒന്ന് ഇത് OBD V519 എന്ന് പറയുന്ന മോഡൽ, OBD കിങ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇത് രണ്ടും ഏറെക്കുറെ സെയിമാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ OBD കിങ്ങിന് ഇതിനെ അപേക്ഷിച്ച് ഒരു എക്സ്ട്രാ ഒരു ഫീച്ചർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ബാറ്ററി കടയിൽ കൊണ്ടുപോയിട്ട് വേണം ബാറ്ററിയുടെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും കൂടെ OBD കിങ്ങിനുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന OBD കിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിയും കൂടെ ചെക്ക് ചെയ്യാം. ഗൈസ്, അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ OBD സ്കാനറോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്തേക്ക നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അത് ഓറിയൻ്റൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കമ്പനിയിലെ അഭിലാഷ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്പറാണ്. നമ്മൾ ഈ ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ ഇവരുടെ നിന്ന് തന്നെയാണ് നമ്മൾ സാധനം എടുക്കുന്നത്. ഓൺലൈൻ ഇതിനാണ്ട് 6,400 രൂപ സംതിങ് ആണ് ഇതിന് വില വരുന്നത്. ഇതിനാണെങ്കിൽ ഒരു 5,200 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ്, മെക്കാനിക്കിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണെന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് തരാം എന്ന് അഭിലാഷം നേരിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതൊരു നമ്പർ തരാം. എല്ലാവരും ഈ ഒരു നമ്പറിൽ വിളിക്കാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഇത് വെച്ചിട്ട് നമ്മൾ ബാറ്ററി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിനുവേണ്ടി സെപ്പറേറ്റ് വരുന്നൊരു കപ്ലറാണ്, ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കപ്ലറാണിത്. ഇത് നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നു. ചുമല പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുന്നു. ഇത് OBD ഇങ്ങനെ എഴുതി കാണിച്ച് സംഭവം ഓണായി. നമ്മളിപ്പം അടുത്ത ഇതിൽ ചെയ്യാൻ പോകുന്നത് ബാറ്ററി എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഓക്കെ എടുക്കുക. സ്റ്റാർട്ടപ്പ് ടെസ്റ്റ്, ചാർജിങ് ടെസ്റ്റ്, വോൾട്ടേജ് വേവ് ഫോം മോണിറ്ററിങ്, ലോഡ് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ചാർജിങ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ ചാർജിങ് ടെസ്റ്റ് എടുക്കുക. അപ്പം 2000-2500 RPM വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാനാണ് ആദ്യമേ അവർ പറയുന്നത്, OBD പറയുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് 2000-2500 RPM റേസ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നിൽക്കുന്നത് ഒരു 1000-1500 RPM. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് 2000 കയറ്റി നിർത്താം. ഓവറായിപ്പോയി. 2000 നിർത്തിയിട്ട് ഓക്കെ അടിച്ചു കൊടുക്കാം. എന്നാൽ ഇപ്പോൾ ചാർജിങ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2500-3000 RPM ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ശകലമായിട്ട് ആക്സിലേറ്റർ കൊടുക്കാം. ഒന്നുകൂടെ കൊടുക്കാം. ഓക്കെ ബട്ടൺ കൊടുക്കാം. അപ്പോൾ കാണിക്കുന്നത് ലോഡ് വോൾട്ടേജ് 9.78 വരുന്നുള്ളൂ. നോ വോൾട്ടേജും 9.78. വോൾട്ടേജ് ഫംഗ്ഷൻ 140. അതായത് ഇത് കംപ്ലൈൻ്റ് ആണ് കാണിക്കുന്നത്. ചാർജ് ആകുന്നില്ല. നമുക്കൊരു 13-14 കയറണം. ഇതിപ്പോൾ ഓൾറെഡി 9 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിലവിൽ വണ്ടിയിൽ നിന്ന് ബാറ്ററിയോട് ചാർജ് കയറുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഈ R15 ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടിയാണ്. നമുക്ക് ഇവത്തേലോട്ടൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജിങ് ടെസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിത് നേരെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുവാണ്. ചാർജിങ് ടെസ്റ്റ്. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2000-2500 വണ്ടി നിർത്താനാണ് പറഞ്ഞേക്കുന്നത്. 2000-2500 RPM നമ്മൾ R15 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഓക്കെ കൊടുക്കാം. ചാർജിങ് ടെസ്റ്റ് വീണ്ടും അതുപോലെ തന്നെ NS നടന്ന പോലെ തന്നെ ഇതിലും നടക്കുന്നുണ്ട്. ശകലം റേസ് ചെയ്യണം. 3500 RPM കയറ്റിയിട്ട് ഒന്നുകൂടെ ഓക്കെ കൊടുക്കാം. ഇതിൽ വോൾട്ടേജ് 14, നോ വോൾട്ടേജും 14. അതായത് വോൾട്ടേജ് കൂടി വരുമ്പോൾ മാക്സിമം 14.22, കുറയുമ്പോൾ 14.19 വരുന്നുള്ളൂ. വോൾട്ടേജ് ഫംഗ്ഷൻ 230 കാണിക്കുന്നുണ്ട്. അത് ഓക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ OBD കിങ് വെച്ചിട്ട് ചാർജിങ് ടെസ്റ്റ് നടത്തുന്നത്. ഗൈസ്, അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എനിക്കൊരു ഇതുണ്ട്, അതിനെ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ OBD സ്കാനർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പം എനിക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.